ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് വേരിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വ്യത്യസ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ OTCEI എന്നിങ്ങനെയുള്ള 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ BSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875 ആസ് എ വോളണ്ടറി നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷൻ അറ്റ് മുംബൈ. മുംബൈയിലെ ആണ് BSE സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. 1875 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് വോളണ്ടറി നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷനാണ് BSE എന്ന് പറയുന്നത്. അതായത് മുംബൈയിൽ 1875 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷനാണ് BSE എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആൻഡ് ഈസ് എ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടിയാണ് BSE എന്ന് പറയുന്നത്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് 1875 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് അസോസിയേഷനാണ്. മുംബൈയിലുള്ള ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് വോളണ്ടറി അസോസിയേഷനാണ് BSE എന്ന് പറയുന്നത്. ഇത് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് ഈ BSE എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറയാം. എ ഗവേണിംഗ് ബോഡി കംപ്രൈസിംഗ് ഓഫ് 9 ഇലക്റ്റഡ് ഡയറക്ടേഴ്സ്, ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, 3 ഗവൺമെൻറ് നോമിനീസ്, എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോമിനി ആൻഡ് 5 പബ്ലിക് നോമിനീസ് റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നത് 9 ഇലക്റ്റഡ് ഡയറക്ടേഴ്സ്, അതുകൂടാതെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടാവും, 3 ഗവൺമെൻറ് നോമിനീസ് ഉണ്ടാവും, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നോമിനിയും 5 പബ്ലിക് നോമിനീസും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 9 ഇലക്റ്റഡ് ഡയറക്ടേഴ്സ് പ്ലസ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, 3 ഗവൺമെൻറ് നോമിനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നോമിനി, 5 പബ്ലിക് നോമിനീസ് എന്നിവർ ചേർന്നിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അലൗസ് ഫോളോയിങ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് ഫോർ ട്രേഡിംഗ്. ട്രേഡിങ്ങിന് വേണ്ടി താഴെ പറയുന്ന കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അലൗ ചെയ്യുന്നുണ്ട്. ഒന്ന് കമ്മീഷൻ ബ്രോക്കർ. BSE അലൗസ് ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് ഫോർ ട്രേഡിംഗ്. കമ്മീഷൻ ബ്രോക്കേഴ്സ്, ഫ്ലോർ ബ്രോക്കർ, ദി തരവാനിവാല, ദ ഡീലർ ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ് ഓർ ആർബിട്രേജർ, ഓഡ് ലോട്ട് ഡീലർ, ഇതൊക്കെ ഓരോ പേരുകളാണ്. ദ സെക്യൂരിറ്റി ഡീലർ ഓർ ഡീലർ ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇനി അടുത്ത് പറയുന്നതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE എന്ന് പറയുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ NSE വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ നവംബർ 1992 വിത്ത് ആൻ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് 25 crores. 25 കോടി രൂപ ഇക്വിറ്റി ക്യാപിറ്റലോട് കൂടി 1992 നവംബറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE എന്ന് പറയുന്നത്. NSE ഈസ് പ്രൊഫഷണലി മാനേജ്ഡ് നാഷണൽ മാർക്കറ്റ് ഫോർ ഷെയർസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് ആൾ ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ്. NSE എന്ന് പറയുന്നത് പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെട്ടുള്ള ഒരു നാഷണൽ മാർക്കറ്റാണ്. ഷെയറുകൾക്ക് വേണ്ടിയിട്ടും PSU ബോണ്ടുകൾ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ എന്നിവ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് നടപ്പാക്കാൻ വേണ്ടി പ്രൊഫഷണലി മാനേജ് ചെയ്തിട്ടുള്ള ഒന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ NSE വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ നവംബർ 1992. 1992 നവംബറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്നുള്ളത് 25 കോടിയാണ്. അത് പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെട്ടുള്ള ഒന്നാണ്. നാഷണൽ മാർക്കറ്റ് ഫോർ ഷെയറുകൾക്കും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ബോണ്ടുകൾക്ക്, ഡിബഞ്ചറുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ എന്നിവ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലി മാനേജ്ഡ് നാഷണൽ മാർക്കറ്റാണ് NSE എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഒക്ടോബർ 1990. 1990 ഒക്ടോബറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI എന്ന് പറയുന്നത്.
with an objective to provide an alternative market for securities of smaller companies. സ്മാളർ കമ്പനികളുടെ സെക്യൂരിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് എൻ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് ഫോർ securities of smaller companies. This exchange has been jointly promoted by UTI, ICICI, IDBI, SBI Capital Markets Limited, IFCI, GIC, Can Bank Financial Services Limited, etc. ഈ എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും SBI ക്യാപിറ്റൽ മാർക്കറ്റും IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് കമ്പനി, കാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നിവർ ചേർന്നിട്ടാണ് ഈ എക്സ്ചേഞ്ചിനെ ജോയിൻ്റ്ലി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1990 ഒക്ടോബറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്മാളർ കമ്പനികളുടെ സെക്യൂരിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് എൻ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ് ഓഫ് സ്മാളർ കമ്പനീസ്. സ്മാളർ കമ്പനികളുടെ സെക്യൂരിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി NSEയുടെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ OTCIയുടെ ഫീച്ചേഴ്സുമാണ് ഇനി പറയാനുള്ളത്. NSEയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് എ നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ഇക്വിറ്റീസ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എക്സെട്ര. ഇക്വിറ്റികൾക്കും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. എൻഷുർ ഈക്വൽ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ് ആൾ ഓവർ ദ കൺട്രി ത്രൂ എൻ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കൂടെ രാജ്യം മുഴുവൻ ഇൻവെസ്റ്റേഴ്സിന് ഈക്വൽ ആക്സസ് ഉറപ്പുവരുത്തുക. പ്രൊവൈഡ് ഫെയർ, എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് യൂസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റംസ്. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ട്രാൻസ്പെറൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, എഫിഷ്യൻ്റ് ആൻഡ് ഫെയർ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് ഫെയർ, എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഫെയർ ആയതും എഫിഷ്യൻ്റ് ആയതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റത്തിലൂടെ. അതുപോലെ തന്നെ എനേബിൾ ഷോർട്ടർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഷോർട്ടർ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് എനേബിൾ ചെയ്യുക, ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ് സിസ്റ്റം എനേബിൾ ചെയ്യുക. നെക്സ്റ്റ്, അറ്റൈൻ കറൻറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കറൻറ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്ത് കൊടുക്കുക. ഇതും NSEയുടെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ NSEയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് എ നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ഇക്വിറ്റീസ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. ഇക്വിറ്റികൾക്കും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഈക്വൽ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ് പ്രൊവൈഡിങ് ചെയ്യുക. ഫെയർ, എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എനേബിൾ ചെയ്യുക. അടുത്ത് പറയാനുള്ളത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിംഗ്ലെസ് ആൻഡ് ഇലക്ട്രോണിക് നാഷണൽ എക്സ്ചേഞ്ച്. ഇതൊരു ഇലക്ട്രോണിക് നാഷണൽ എക്സ്ചേഞ്ച് ആണ്. ദിസ് എക്സ്ചേഞ്ച് ഹാസ് എ നാഷൻ വൈഡ് റീച്ച്. ഇതിന് നാഷൻ വൈഡ് ആയിട്ടുള്ള റീച്ച് ഉണ്ട്. ഇറ്റ് കാറ്റേഴ്സ് ദ നീഡ് ഓഫ് ദ സ്മാൾ ബിസിനസ് വിച്ച് ഹാവ് സോ ഫാർ നോട്ട് മെറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ലിസ്റ്റിംഗ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സ്മാൾ ബിസിനസ്സിൻ്റെ നീഡുകൾ കാറ്റർ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സെക്യൂരിറ്റികളുടെ കാറ്ററിംഗ് ആണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഈസ് ബൈ വേ ഓഫ് നെഗോഷിയേറ്റഡ് ബിഡിങ്ങിലൂടെയാണ് ട്രേഡിംഗ് എന്നത് നടപ്പിലാക്കുന്നത്. ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ത്രൂ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെലഫോൺ ലൈൻസ്. സാറ്റലൈറ്റ് ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ ലൈനിലൂടെയാണ് ട്രാൻസാക്ഷൻ എന്നത് നടപ്പിലാക്കുന്നത്. എ കമ്പനി വിച്ച് ഈസ് ലിസ്റ്റഡ് ഓൺ എനി അതർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വിൽ നോട്ട് സൈമിൾട്ടേനിയസ്ലി ബി എലിജിബിൾ ഫോർ ലിസ്റ്റിംഗ് ഓൺ ദ OTCEI. അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികൾ, ഇന്ത്യയിലെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികൾ വിൽ നോട്ട് സൈമിൾട്ടേനിയസ്ലി ബി എലിജിബിൾ ഫോർ ലിസ്റ്റിംഗ് ഓൺ ദ OTCEI. OTCEIയിൽ ലിസ്റ്റിംഗ് ചെയ്യപ്പെടാൻ എലിജിബിൾ അല്ല. സ്മാൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനീസ് വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബിറ്റ്വീൻ 30 lakhs and 25 crores ക്യാൻ ബി എൻലിസ്റ്റഡ്. അതായത് 30 ലക്ഷം 25 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള സ്മാൾ ആൻഡ് മീഡിയം സൈസ്ഡ് കമ്പനികളെ ഇതിൽ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയാണ് 3 തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയാനുള്ളത്. ഈ മേൽ പറഞ്ഞതാണ് 3 തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഈ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അഥവാ OTCEI. ഈ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടും അതിൻ്റെ ഫീച്ചേഴ്സ്,
ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരെയും വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.